ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് ഞാനിവിടെ എടുത്തേക്കുന്നത് എ ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഫുൾ ടൈം ഫ്രീ ആയിരിക്കും. അപ്പോൾ എൻ്റെ ഒരു ഡേയിലേക്ക് നിങ്ങളെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ 6:30 അലാറം വെച്ചു, 6:30 എണീറ്റു. അപ്പോൾ നേരത്തേക്ക് റിച്ചുകൂട്ടം നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് ചെന്ന് ഇച്ചിരി കടിഞ്ചായ എടുത്ത് പഞ്ചസാരയൊക്കെ ഇട്ട് കടിഞ്ചായ കുടിച്ചു. പിന്നെ സൺഡേ അല്ലേ, ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അല്ലാത്ത ദിവസമൊക്കെ പുട്ടും ദോശയൊക്കെ ആയിരിക്കും. ഇന്ന് കുറച്ച് ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇരിക്കട്ടെ എന്ന് കരുതി ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചപ്പാത്തിക്കൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചപ്പാത്തിക്കുള്ള വെള്ളം ചൂടാക്കാൻ വെച്ചു. ചപ്പാത്തി കുഴച്ച് വെച്ചിട്ട് ഞാൻ മുട്ടക്കറിക്കുള്ള സബോളയും തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞു. 3 മുട്ട വേവിക്കാൻ ഇട്ടിട്ടുണ്ട്. റിച്ചുകുട്ടിന് ഇന്ന് മുട്ട കൊടുക്കുന്നില്ല, കാരണം വേറെ നോൺ വെജൊക്കെ ഉള്ളതുകൊണ്ട് റിച്ചുകുട്ടിന് മുട്ട കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ റിച്ചുകുട്ടൻ എണീറ്റ് കിടക്കുന്നു. ഒന്ന് ചുമ്മാ നോക്കാൻ പോയത് എണീറ്റല്ലേന്ന്. അപ്പോഴത്തേക്കും എണീറ്റ് കിടക്കുന്നു. കള്ളച്ചക്കാപ്പി കണ്ണൊക്കെ തിരിഞ്ഞ് പതിയെ എഴുന്നേറ്റ് വരാനുള്ള പ്ലാനിലാണ്. എൻ്റെ ഈ കട്ടിലേൽ നിന്നൊക്കെ ഇപ്പോൾ തന്നെ ഇറങ്ങും കേട്ടോ. അപ്പോൾ ഒരു പേടിയൊന്നുമില്ല, കട്ടിലേൽ നിന്ന് തന്നെ ഇറങ്ങും. അതൊന്നും എനിക്കും കുഴപ്പമില്ല. ഞാനും ആണെങ്കിലും അടുക്കളയിൽ പോയാലും എനിക്ക് വലിയ പേടിയൊന്നുമില്ല. റിച്ചുകുട്ടൻ തന്നെ ഇറങ്ങുകയും ചെയ്യും, തന്നെ കയറുകയൊക്കെ ചെയ്യും. ഉറക്കച്ചടവായതുകൊണ്ട് പതിയെ നടന്നാണ് വരുന്നത്. അപ്പാപ്പൻ പതിയെ നടന്നും അടുക്കള വന്നാൽ പിന്നെ എന്നെ ഒന്നിനും സമ്മതിക്കത്തില്ല കേട്ടോ. അവന് സ്പൂൺ വേണം, തവി വേണം, എല്ലാം വേണം. അപ്പോഴത്തേക്കും റിച്ചുകൊണ്ട് ഒരു തവി കൊടുത്ത് ഞാൻ ഇരുത്തി അവിടെ തവിയും കൊട്ടി കളിച്ചുകൊണ്ടിരുന്നോളും. അപ്പോഴത്തേക്കും ഞാൻ ചപ്പാത്തിക്കുള്ള ബോൾസൊക്കെ ഉരുട്ടി വെച്ചിട്ടുണ്ട് അവിടെ. ആ സമയത്ത് ചപ്പാത്തി പരത്തി, ചപ്പാത്തി ചുടുന്നു, എല്ലാം ഓരോ സൈഡിൽ ചെയ്യുന്നു. അപ്പുറത്തെ അടുപ്പിലാണെങ്കിൽ മുട്ടക്കറിക്കുള്ള ഗ്രേവി വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചപ്പാത്തി തെന്നി മാറി കളിക്കുമായിരുന്നു. എന്നെ ഇല്ല വരില്ല എന്നും പറഞ്ഞിട്ട്. അതെൻ്റെ മുട്ടക്കറിയുടെ ഗ്രേവിയൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. മുട്ടക്കറിയൊക്കെ അടച്ചു വെച്ച് നമുക്ക് കുറച്ചും കൂടെ വേവിക്കാം, എങ്കിൽ മാത്രമേ റെഡിയാകത്തുള്ളൂ. റിച്ചുകുട്ടൻ അവിടെ കിടന്ന മാറ്റൊക്കെ എടുത്ത് തവിയൊക്കെ എടുത്ത് ടപ്പോ എന്നും പറഞ്ഞിട്ട് വേണ്ടാതിരിക്കുന്നു. പപ്പ ഇല്ല കേട്ടോ, പപ്പ പന്നി വാങ്ങിക്കാൻ പോയേക്കോ. അതുകൊണ്ടാണ് റിച്ചുകുട്ടൻ ഞാൻ അടുക്കളയിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ റിച്ചുകുട്ടൻ എപ്പോഴും പപ്പ അടുത്തായിരിക്കും. പപ്പ വന്നു. പപ്പ വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ടാണ് റിച്ചുകുട്ടൻ ഓടിപ്പോകുന്നത്. റിച്ചുകുട്ടൻ ഓടിപ്പോയി പപ്പ എന്ന് വിളിച്ചിട്ടാണ് ഓടിപ്പോകുന്നത്. പപ്പ അല്ല കേട്ടോ, അപ്പച്ചൻ എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ഓടിപ്പോന്നു. പപ്പ പന്നി വാങ്ങിക്കാൻ പോയതായിരുന്നേ. ഇന്ന് സൺഡേ അല്ല, അപ്പം ഇന്ന് പോർക്ക് ഫ്രൈ ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. റിച്ചുകുട്ടൻ പപ്പ കയറി വന്നില്ല. അതുകൊണ്ട് റിച്ചുകുട്ടൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കിടക്കുക. റിച്ചുകുട്ടൻ തന്നെ ആ സ്റ്റെപ്പ് ഇറങ്ങിപ്പോകും. പക്ഷേ ഞങ്ങൾ വിടാൻ സമ്മതിക്കത്തില്ല. അതേണ്ട പന്നി നല്ല പന്നിയായിരുന്നു കേട്ടോ. പപ്പയോട് പ്രത്യേകം പറഞ്ഞാൽ വിട്ടത് പന്നിയുടെ നെയ്യ് കുറച്ചേ വാങ്ങിക്കാവുള്ളൂ, കൂടുതൽ മീറ്റ് വേണമെന്ന്. അപ്പോൾ നമ്മൾ പന്നിയൊക്കെ ഞാൻ അരിഞ്ഞ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ചായ തിളപ്പിച്ചു. അപ്പം നോക്കിയപ്പോൾ സമയം 8 മണിയായി. അപ്പം നമുക്ക് പള്ളിയിൽ പോകണ്ടേ. അപ്പോഴത്തേക്കും പന്നി അടുപ്പത്ത് കയറ്റിയിട്ട് റിച്ചുകുട്ടിന് ചപ്പാത്തി കഴിക്കാൻ കൊടുക്കാൻ പോവുകയാണ്. ഡോറ ബുജ്ജിയൊക്കെ കാണിച്ചാണ് ആശാന കൊടുക്കുന്നത്. റിച്ചുകുട്ടൻ എന്നാലൊക്കെ കഴിക്കത്തുള്ളൂ. ഇച്ചിരി പാടാ കഴിപ്പിക്കാൻ. റിച്ചുകുട്ടനെ അതേണ്ട ചപ്പാത്തി കഴിപ്പിക്കാൻ ഞാൻ ചപ്പാത്തി സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, കറി ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എങ്കിൽ മാത്രമേ പെട്ടെന്ന് കഴിക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് റിച്ചുകുട്ടന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനും ചപ്പാത്തി മുട്ടക്കറിയും കഴിച്ചു. പിന്നെ സമയമായി, ഞങ്ങൾ പള്ളിയിൽ പോകാൻ ഒരുങ്ങി. റിച്ചുകുട്ടൻ തന്നെ, ഞാൻ പറഞ്ഞില്ല തന്നെ സ്റ്റെപ്പൊക്കെ ഇറങ്ങുമെന്നു. തന്നെ ഇറങ്ങി റിച്ചുകുട്ടൻ ഞങ്ങൾ പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ വേറൊരു കൊച്ചുണ്ടായിരുന്നേ. ഈ കുശുമ്പ് സമ്മതിക്കുന്നില്ല. ആ ബേബി ആണെങ്കിൽ ഇട്ട് തള്ളി മറിക്കുകയാണ് ചെയ്യുന്നത്. വേണ്ട എന്ന് പറഞ്ഞിട്ട് എല്ലാം നീക്കുമായിരുന്നു കേട്ടോ. കള്ള കുശുമ്പന. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 11:30 ആയപ്പം വീട്ടിലെത്തി. പിന്നെ റിച്ചുകുട്ടൻ കിടന്ന് ഉറങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവൻ ഉറങ്ങുന്ന സമയത്ത് പോർക്ക് വാങ്ങിച്ചില്ല. ബാക്കി ഞാൻ പോർക്ക് ഫ്രൈ വെച്ചു. റിച്ചുകുട്ടന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. പിന്നെ അവന് ചോറ് കൊടുത്തു, ഞാൻ ചോറുണ്ടു. അപ്പോഴത്തേക്കും റിച്ചുകുട്ടൻ്റെ പ്ലേ ടൈം ആയിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചു. കണ്ടേ ഒളിച്ചേ ഒക്കെ കേട്ടു. റിച്ചുകുട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കളിക്കുന്നത്. അവന് അറിയാം അടുക്കളയിൽ അല്ലെങ്കിൽ ഈ കതകിൻ്റെ മറവിൽ അവിടെ എവിടെയെങ്കിലും ആണെന്നറിയാം. പിന്നെ അങ്ങനെ വേറെ കുറേ കളിയൊക്കെ കളിച്ചു. കണ്ട കട്ടിലയിലൊക്കെ തന്നെ വലിഞ്ഞു കയറുന്ന കണ്ടില്ലേ. ചീപ്പിട്ട് അവൻ്റെ മുടി ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഭയങ്കര കളിയാണ് കേട്ടോ. റിച്ചുകുട്ടൻ്റെ കൂടെ ഇരുന്ന സമയം പോകുന്നതേ അറിയത്തില്ല. ചുമ്മാ അങ്ങനെ ഇരിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും കള്ളത്തമ്മാടി. അതെൻ്റെ കേട്ടോ. ഇനി എന്നെ ഇപ്പോഴൊന്നും ഉറക്കത്തില്ല, കാരണം പള്ളിയിൽ നിന്ന് വന്നിട്ട് ഉറങ്ങിയതല്ലേ. അതുകൊണ്ട് എന്നെ ഇപ്പോഴൊന്നും ഉറക്കത്തില്ല. കുറേ കഴിഞ്ഞിട്ട് ആശാൻ കിടന്നുറങ്ങി.
അത് കഴിഞ്ഞിട്ട് എൻ്റെ എണീറ്റതാണ് ഇത്. എണീറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചായിരുന്നു കേട്ടോ. ചായയും ബിസ്ക്കറ്റും ഉച്ചക്കൊണ്ട് കൊടുത്തായിരുന്നു, ഞാനും കഴിച്ചായിരുന്നു. പക്ഷേ അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് കപ്പ ബിരിയാണി വെച്ചു. ഇതേ കപ്പ ബിരിയാണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് റിച്ചുക്കുട്ടൻ. വെയിറ്റ് ചെയ്ത് കപ്പ ബിരിയാണി പോർക്ക് ഫ്രൈ എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ റിച്ചുക്കുട്ടന്. ഞാനൊരു ബിസ്ക്കറ്റ് തരാമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് തരുമൊക്കെ ചെയ്യുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ കപ്പ ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങളൊക്കെ അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. മുഴുവൻ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ബൈ.